Hey, do you still think you're pretty young? Guess what? Harry Potter's very first movie ഇറങ്ങിയിട്ട് 20 വർഷമായിട്ടുണ്ട്. Feeling old yet? Hey guys, welcome back to an all new episode of Mr. Mouse. So like we said, Harry Potter's very first movie, Harry Potter and the Philosopher's Stone, 20 വർഷം ഇറങ്ങി കഴിഞ്ഞിട്ട്. So to celebrate the 20th anniversary of Harry Potter, HBO സ്പെഷ്യൽ എല്ലാ പോട്ടർ ഹെഡ്സിനും വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സീരീസ് റെഡിയാക്കുന്നുണ്ട്. ദി ഓൺലി തിങ് ഈസ് ജാനുവരി 1 വരെ ഒരു ചെറിയ വെയിറ്റ് ഒക്കെ ഉണ്ടാവും, പക്ഷേ ഐ തിങ്ക് ഇറ്റ് ഈസ് വർത്ത് ദ വെയിറ്റ്. ഇൻഡെപ്ത് ഇൻ്റർവ്യൂസ്, ബിഹൈൻഡ് ദ സീൻസ്, ഹാരി പോട്ടറിലെ എൻറ്റയർ കാസ്റ്റ് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ആയിരിക്കും. സോ ഐ തിങ്ക് ഫോർ എ പോട്ടർ ഹെഡ് നത്തിങ് gets better than this. The only challenge will be to identify your favorite characters. കാരണം അവരും ആ ക്യാരക്ടർ ചെയ്തിട്ട് 20 വർഷമായി. They might look completely different from what they used to. Work-life balance. അതൊരു പാലം പോലെയാണ്. പാലാരിവട്ടം പാലം പോലെയല്ല, പക്ഷേ ഒരു നല്ല പാലം. There needs to be a balance, അല്ലേ, വർക്കും ലൈഫും തമ്മിൽ. With the onset of pandemic, കഴിഞ്ഞ 2 വർഷമായിട്ട് അല്ലേ നമുക്കൊരു പുതിയ കോൺസെപ്റ്റ് വന്നു, വർക്ക് ഫ്രം ഹോം. ഒരു 9 to 5 ജോബ് എന്ന് പറഞ്ഞൊരു സാധനമില്ല, അല്ലേ. ആരും വിളിച്ചിട്ട് ഓഫീസിലാണോ എന്നുള്ളൊരു ചോദ്യമില്ല, കാരണം ഫുൾ ടൈം യു ആർ അറ്റ് വർക്ക്. ഇത് റിയലൈസ് ചെയ്തിട്ടാണ് സം കൺട്രീസ് ആർ ബ്രിങ്ങിങ് അപ്പ് ന്യൂ ലോസ്. പോർച്ചുഗൽ ഫോർ ഇൻസ്റ്റൻസ് ഒരു പുതിയ ലോ കൊണ്ടുവന്നിട്ടുണ്ട്, ഓഫീസ് ടൈം കഴിഞ്ഞാൽ ഒരു എംപ്ലോയറിന് എംപ്ലോയിയെ വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനോ ഫോൺ വിളിക്കാനോ പറ്റില്ല. അങ്ങനത്തെ കേസസ് റിപ്പോർട്ടഡ് ആയി കഴിഞ്ഞാൽ എംപ്ലോയിനെതിരെ കേസ് വരെ വന്നേക്കാം. വേ ടു ഗോ പോർച്ചുഗൽ. ഇങ്ങനത്തെ ഒരു റൂൾ ഐ തിങ്ക് കൂടുതൽ രാജ്യങ്ങളിലോട്ടൊക്കെ വരണം, കാരണം ഐ തിങ്ക് ദിസ് ഈസ് ദ നീഡ് ഓഫ് ദി ആർ. പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു തെറ്റുണ്ട്. നമ്മളിൽ ചില ആൾക്കാരൊക്കെ ഇതേ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഹൈലി അപ്രോച്ചബിൾ, എക്സ്ട്രീംലി വർക്കഹോളിക്, വില്ലിംഗ് ടു ഗോ ദി എക്സ്ട്രാ മൈൽ എന്നൊക്കെ റെസ്യൂമേൽ എഴുതി വെക്കുമ്പോൾ ആലോചിക്കണം. അനുഭവിച്ചോ? Let's talk about innovation. In ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലോട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് കൊണ്ടുവരുമ്പോഴും the one thing they get asked is this environmental friendly? And that is the right question. കാരണം ഇന്നത്തെ ഒരു അവസ്ഥയിൽ we have a lot of carbon emission, climate change. നമുക്കറിയാലോ, നവംബർ ആയിട്ടും മഴ നിന്നിട്ടില്ല. Which is exactly why ഇന്ന് ഇലക്ട്രിക് കാർസിനും ബൈക്സിനൊക്കെ ഭയങ്കര ഡിമാൻഡ് നമ്മുടെയൊക്കെ റോഡുകളിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ. എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിൾസും ബൈക്സ് ഒക്കെ ഇനി ഇറങ്ങുകയാണ്. ഇന്ത്യയിൽ ഒരു എൻറ്റയർ 2-wheeler ഇലക്ട്രിക് ബൈക്ക് റെവല്യൂഷൻ is on its way. But nevertheless, right now they do have certain limitations. അതുകൊണ്ട് പോകാൻ പറ്റുന്നൊരു ഡിസ്റ്റൻസ്, സം ആർ എക്സ്പെൻസീവ്, അതിനുള്ള ചാർജിങ് സ്റ്റേഷൻസ് ഇല്ല, അങ്ങനത്തെ ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉള്ളപ്പം ഹിയർ ഈസ് ആൻ ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ ടു ആൻ ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ. ഓസ്ട്രേലിയയിൽ ഒരു ബാറ്ററി കമ്പനി, ലാവോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്, ദേ ഹാവ് ഡിവൈസ്ഡ് ആൻ ബൈക്ക് ദാറ്റ് റൺസ് എൻറ്റയർലി ഓൺ ഹൈഡ്രജൻ. ഇതിനൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ബാറ്ററിനുള്ള ആ ഒരു വെയിറ്റ് ഇല്ല. ഇറ്റ് ക്യാൻ ഗോ വെരി ലോങ് ഡിസ്റ്റൻസ് ആൻഡ് ഇറ്റ് ഈസ് സീറോ കാർബൺ എമിഷൻ. ലാസ്റ്റ് 1 വീക്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിലൊക്കെ കണ്ട ഒരു വീഡിയോ ആണ് വീർദാസിൻ്റെ 2 Indias. So recently, Washington DCയിലെ ജോൺ എഫ് കെനഡി സെന്ററിൽ വീർദാസിൻ്റെ ഒരു സ്റ്റാൻഡപ്പ് ആക്ട് ഉണ്ടായിരുന്നു. And right after that, he delivered a 6-minute monologue called 2 Indias. I come from which India? I come from 2 Indias. Those are the Indias that I bring on stage with me right now. Vedas basically points out at the fact that India, being one country, has 2 identities. And as expected, ഇത് ഇറങ്ങിയ ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിൽ there was a huge uproar. ഒരു ഭാഗത്ത് ഒരുപാട് ആൾക്കാർ യെസ്, ഇദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണ്, we support this. വേറൊരു ഭാഗത്താണെങ്കിൽ we have a lot of people who say this is a total agenda setting against the government. നമ്മളെ വീട്ടിലോ നമ്മുടെ സ്കൂളിലോ നമ്മളുടെ ഓഫീസിലോ ഒക്കെ ഒരു കള്ളം കയറി കഴിഞ്ഞാൽ നമുക്കൊരു ധൈര്യം എന്ന് പറയുന്നത് അവിടെ ഒരു പോലീസ് ഉണ്ട്, അവിടെ എത്തി ഇതെല്ലാം സോൾവ് ചെയ്യാൻ. പക്ഷേ വാട്ട് ഇഫ് ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെ കള്ളൻ കാക്കാൻ കയറിയാൽ? കഴിഞ്ഞ ദിവസം ലോകത്തെ തന്നെ ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സെർവർ FBI സെർവറിൽ a bunch of young hackers got inside and started spamming എന്ന് പറയുമ്പോൾ വെറുതെ അല്ല, 1 ലക്ഷം സ്പാം മെയിൽസ് ആണ് അവരതിലൂടെ എല്ലാവർക്കും അയച്ചുകൊണ്ടിരുന്നത്. Now here's the fun part. നമ്മളിപ്പോൾ ആലോചിക്കും, അവരെന്തിനായിരിക്കും അത് ഹാക്ക് ചെയ്തത്? ചില കോൺഫിഡൻഷ്യൽ ടോപ്പ് സീക്രട്ട് ഇൻഫർമേഷൻ ലീക്ക് ചെയ്യാനാണോ, അതോ ചില മണി എക്സ്റ്റോർട്ട് ചെയ്യാനാണോ, അതോ വേറെ ചില ഡേറ്റ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അതൊന്നുമല്ല, വെറും ഒരു രസം. നമ്മളിപ്പോൾ ഒരു ഫുട്ബോൾ മാച്ച് കളിക്കാൻ പോവാണ്. അപ്പം നമ്മുടെ കോച്ച് നമ്മളോട് പറയാണ്, മക്കളെ നന്നായി കളിച്ച് ജയിച്ചു വന്നാൽ എല്ലാവർക്കും എൻ്റെ വക പൊറോട്ടയും ബീഫും, അത് മതി, അല്ലേ. നമ്മൾ ഫുൾ ആവേശത്തോടെ കളിക്കും. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഹാപ്പൻഡ് ഇൻ ദ 2022 ഖത്തർ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ്. ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, അതായത് സെർബിയ ആൻഡ് പോർച്ചുഗൽ നീഡ്സ് നോ ഇൻട്രൊഡക്ഷൻ. ലോകത്ത് തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ടീമാണ്, ആൻഡ് ഓൾസോ ഹോം ടു ദ ഗ്രേറ്റസ്റ്റ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ പോർച്ചുഗൽ പോലത്തെ ഒരു ടീം സെർബിയനെ ഫേസ് ചെയ്യുമ്പോൾ അവരാദ്യം വിചാരിച്ചു പുഷ്പം പോലെ ജയിച്ചങ്ങ് ക്വാളിഫൈ ചെയ്ത് വരാമെന്നുള്ളത്. ബട്ട് ദേ വേ റോങ്. ഇവിടെയാണ് നമ്മളുടെ ട്വിസ്റ്റ് വരുന്നത്. സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വൂച്ചിച്ച്
അവിടുത്തെ പ്ലേയേഴ്സിനോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ കളിച്ച് ജയിച്ച് ക്വാളിഫൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ വക പൊറാട്ടയും ബീഫ് അല്ല, മറിച്ച് 1 million euros. പിള്ളേർ കളിച്ചു ജയിച്ചു ആൻഡ് വാക്ക് പാലിച്ചു. പ്രസിഡന്റ് അപ്പടി തന്നെ 1 million euros ട്രാൻസ്ഫർ ചെയ്തു. പക്ഷേ ഹിയർ ഇസ് അനദർ ട്വിസ്റ്റ്. ഇവർ കളി മാത്രമല്ല ജയിച്ചത്, ദേ വൺ ദി ഇന്റർനെറ്റ് ആസ് വെൽ. ബിക്കോസ് സെർബിയൻ ടീമിലെ പ്ലേയേഴ്സ് പറഞ്ഞു, ഈ പൈസ നമുക്ക് വേണ്ട, സെർബിയയ്ക്ക് വേണ്ടി കളിച്ചതല്ലേ, ലെറ്റ് ദിസ് മണി ഗോ ടു ദ സിക്ക് ചിൽഡ്രൻ ഓഫ് സെർബിയ ഹൂ നീഡ് ട്രീറ്റ്മെന്റ്. അപ്പോൾ അങ്ങനെ കളിയിലും ഹീറോസായി, ഇന്റർനെറ്റിലും ഹീറോസായി. അങ്ങനെ നിൽക്കുന്ന സമയം തൊട്ടപ്പുറത്ത് പോർച്ചുഗൽ ടീം ഓൾറെഡി കുറച്ച് തകർന്നിരിക്കുകയാണ്. ബട്ട് ലൈക്ക് വി സേ, ആഡിങ് ഫ്യൂൽ ടു ദ ഫയർ, സെർബിയയുടെ വിന്നിംഗ് ഗോൾ അടിച്ച മിട്രോവിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ചെറിയൊരു കൊട്ട് കൊടുത്തു, ഒരു കോക്കോകോല ബോട്ടിൽ വെച്ചിട്ട്. Now if you're a 90s kid just like me, I'm pretty sure you grew up listening to Britney songs. Her songs were a big part of our life. പക്ഷേ then all of a sudden she was out of the limelight. Last 13 years later, she was under the conservatorship of her own father. That is, she lost control of her finances, her assets, her life, her career, even simple decisions like driving a car by herself. ഇവിടെയാണ് സോഷ്യൽ മീഡിയയുടെ പവർ നമ്മൾ തിരിച്ചറിയുന്നത്. ഒരുപാട് ഫാൻസ് ഓഫ് ബ്രിട്നി ഓൾ ഓവർ സോഷ്യൽ മീഡിയ ക്രിയേറ്റഡ് ലോട്ട് ഓഫ് റക്കസ്, ലോട്ട് ഓഫ് നോയ്സ് സെയിങ് ദേ നീഡ് ടു ഫ്രീ ബ്രിട്നി. ആൻഡ് താങ്ക്സ് ടു ഓൾ ഓഫ് ദിസ്, ദ ലോ ഫൈനലി ഡിസൈഡഡ് to dissolve the conservatorship of Britney Spears. So in short, thanks to #FreeBritney, Britney is free. So that's all for this week's episode of Mr. Mouse. But hey, one more thing. Bots. Instagram does not know what to do with these bots. അല്ലേ, നമ്മൾ ഓരോ സാധനം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ താഴത്ത് വെറുതെ കുറേ കമൻറ്റ്സ് വരും, വെറുതെ കുറേ DMs വരും, പല പ്രൊമോഷൻ കാര്യത്തിനൊക്കെ വരും. ദീസ് ആർ നോട്ട് പീപ്പിൾ, ദീസ് ആർ ആക്ച്വൽ ബോട്ട്സ്. സോ ഇൻസ്റ്റഗ്രാം സഹി കേട്ടിട്ട് പുതിയൊരു ഫീച്ചർ റോൾ ഔട്ട് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഓൾറെഡി അത് കിട്ടിക്കാണും. അതായത് വെറുതെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറുമ്പം ചിലപ്പോൾ നമ്മളോട് പറയും ഒരു മൾട്ടിപ്പിൾ ആംഗിൾ വീഡിയോ സെൽഫി എടുത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ വിചാരിക്കും, അതെന്തിനാന്നുള്ളത്. സോ ഇഫ് യു ഡു ഹാപ്പൻ ടു ഗെറ്റ് സച്ച് എ റിക്വസ്റ്റ്, ധൈര്യത്തോടെ മുഖത്തെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് കാണിച്ചു കൊടുക്കുക. ഇൻസ്റ്റഗ്രാം വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഹ്യൂമൻ. സോ until next week, this is me, Adarsh.